ഹലോ എവരി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UGC നെറ്റ് ജോഗ്രഫി സിലബസിനകത്തെ ഒന്നാമത്തെ മൊഡ്യൂളാണ് ജിയോമോർഫോളജി. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തതിൻ്റെ ബേസിൽ ഒരു 14 ടോപ്പിക്കായിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനെ എൻറ്റയർ മൊഡ്യൂളിനെ ഒരു 14 ടോപ്പിക്കായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഇത് ക്രാഷ് കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കുകളും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനുള്ള ഒരു സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മൾ വളരെ പെട്ടെന്ന് കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ജിയോമോർഫോളജി ഭാഗത്ത് നിന്നും ഏറ്റവും കൂടുതലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ജിയോമോർഫോളജിയുടെ ഭാഗത്ത് നിന്നും നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ജോഗ്രഫിക്കകത്തെ ജിയോമോർഫോളജിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറികളിലൊന്നാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന വൻകരകളെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ ഒരു ബൃഹത്തായ വൻകരയായിരുന്നു എന്ന് പറയുന്നതായ ഒരു കോൺസെപ്റ്റിനെയാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു സഡൻ ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ ഒരു വ്യക്തി പറഞ്ഞതായിട്ടുള്ള ഒരു ആശയമല്ല, മറിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ പല പുസ്തകങ്ങളിലും പല ആളുകളുടെ രചനകളിലും നമുക്കിത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് ഈ കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് 1596 പബ്ലിഷ് ചെയ്യപ്പെട്ട എബ്രഹാം ഓർട്ടിലസിൻ്റെ തെസറസ് ജോഗ്രഫിക്കസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്. ഇതിനകത്ത് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും തമ്മിലുള്ള കോസ്റ്റ് ലൈൻസിൻ്റെ സിമിലാരിറ്റി കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യുന്നു. ദെൻ 1858 ആന്റോണിയോസ് നിഡർ പിൽഗ്രീനി ദ ക്രിയേഷൻ ആൻഡ് മിസ്റ്ററീസ് അൺവൈൽഡ് എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ ഈ ഒരു ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും തമ്മിലുള്ള കോസ്റ്റ് ലൈൻസിൻ്റെ സിമിലാരിറ്റി കറക്റ്റ് ആണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്ലാൻ ഫോസിൽസ് ബോത്ത് സൈഡ്സ് ഓഫ് അറ്റ്ലാന്റിക്കിൽ നിന്നും അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നു എന്നുള്ളതും ഇത് ഈ ഒരു ചിന്തയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫാക്ടേഴ്സാണ്. ദെൻ ഇതിന് ശേഷം എഡ്വേർഡ് സൂയസിനെ പോലുള്ള വ്യക്തികൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ഗോണ്ട്വാന ലാൻഡ്, തെദീസ്, പാന്തലാസ തുടങ്ങിയ നെയിമുകൾ അദ്ദേഹം ഇതിന് ഓരോ ഫീച്ചറിനും ഇതിനകത്തെ സൂപ്പർ കോണ്ടിനെൻറ്റിനും ഓഷ്യനും ഒക്കെ തന്നെ ഓരോ പേരുകൾ അദ്ദേഹം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുന്നത് FB ടൈലറാണ്. 1910 അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡി വരുന്നത്. 1908 ഈ ഒരു കോൺസെപ്റ്റ് പോസ്റ്റുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത് 1910 ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കോണ്ടിനെന്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റിനെ ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ FB ടൈലറാണ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ ജിയോളജിസ്റ്റ് ആണ്. അപ്പം ഈ ലോകത്തുള്ള ഫോൾഡഡ് മൗണ്ടെയ്ൻസിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അതുപോലെ തന്നെ റോക്കീസ് ആൻഡ് ആൻഡസിൻ്റെ നോർത്ത് സൗത്ത് അറേഞ്ച്മെൻറ്റ് എന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ ആൽപ്സ്, ഹിമാലയാസ് അല്ലെങ്കിൽ കാക്കസൂസ് പോലുള്ള മൗണ്ടെയ്ൻസിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് FB ടൈലർ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠനം നടത്തുന്നത്. പിന്നീട് ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പഠനം നടത്തുന്നത് ജർമ്മൻ ക്ലൈമറ്റോളജിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് വീഗ്നർ ആണ്. 1912 എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. 1915 അദ്ദേഹം ഈ ഒരു ദ ഒറിജിൻ ഓഫ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നു. എന്നാൽ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ലോകം അറിയുന്നത് 1922 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ക്ലൈമറ്റോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കോണ്ടിനെന്റ്സ് മൂവ് ചെയ്തതാണോ അതോ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആണോ മൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു അനാലിസിസ് ആണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പഠനം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ചസ് എങ്ങനെയാണ് ഒരു എർത്ത് സർഫേസിനകത്ത് ഒക്യൂർ ചെയ്യുന്നത്, അതിനുള്ള കാരണം എന്താണ്. അപ്പോൾ അതിന് 2 വഴിയാണുള്ളത്. ഒന്ന്, കോണ്ടിനെന്റ്സ് റിമൈൻഡ് സ്റ്റേഷനറി ആൻഡ് ക്ലൈമറ്റിക് സോൺ ഷിഫ്റ്റഡ്, അല്ലെങ്കിൽ ക്ലൈമറ്റിക് സോൺസ് റിമൈൻഡ് സ്റ്റേഷനറി ആയിരിക്കാം ആൻഡ് കോണ്ടിനെന്റ്സ് ഡിസ്പ്ലേസ് ചെയ്തായിരിക്കാം എന്ന് പറയുന്ന 2 കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആൽഫ്രഡ് വീഗ്നർ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനുശേഷം അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്
250 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു സൂപ്പർ കോണ്ടിനെന്റ് ആണ് ഉണ്ടായിരുന്നതെന്നും ഇതിന് പാൻജിയ എന്ന പേര് നൽകുന്നു. ദെൻ അതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നതായ ഓഷ്യനെ പെന്തലാസ എന്ന പേര് നൽകുന്നു. ദെൻ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്ത് ഒരു ലാൻഡ് ഫോം നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും ഒരു ലാൻഡ് ഫോം സദേൺ ഹെമിസ്ഫിയറിലേക്കും മാറുന്നുണ്ട്. ഇതിൽ സദേൺ പാർട്ട് ഓഫ് പാൻജിയനെ ഗോണ്ട്വാന ലാൻഡ് എന്നും നോർത്തേൺ പാർട്ട് ഓഫ് പാൻജിയയെ ലൊറേഷ്യ എന്നും അദ്ദേഹം വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ രണ്ടിനെയും, ഈ ലൊറേഷ്യയെയും ഗോണ്ട്വാന ലാൻഡിനെയും സ്പ്ലിറ്റ് ചെയ്യുന്നതായ CA ആണ് അദ്ദേഹം തെതീസ് സി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മിക്കവാറും എക്സാമിന് പ്രീവിയസ് ഇയറിൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോക്കി വെക്കേണ്ടതാണ്. ദെൻ രണ്ടാമതായിട്ട് ജിയോമോർഫോളജിക്കകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് പ്ലേറ്റ് ടെക്ടോണിക് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക് എന്താണ് എന്ന് പഠിക്കുന്നതിന് മുന്നേ എന്താണ് പ്ലേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം ഈ പ്ലേറ്റ് ടെക്ടോണിക്കിലേക്ക് പോകുന്നതിന് മുന്നേ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിനകത്ത് തന്നെ നമുക്കതിൻ്റെ എവിഡൻസുകളെ കുറിച്ചും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം എവിഡൻസ് 6 ഓഫ് ഇറ്റ് എന്താണ്, പാലിയന്റോളജിക്കൽ എവിഡൻസ് എന്താണ്, ബയോളജിക്കൽ എവിഡൻസ് എന്താണ് ഈ ലാൻഡ് ബ്രിഡ്ജസ്, ടിലൈറ്റ്സ് എങ്ങനെയാണ് ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിനെ സ്വാധീനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഒരു ജനറൽ ആയിട്ടുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാവുന്നത് മാർക്ക് ഒന്നുകൂടെ സ്കോർ ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് പ്ലേറ്റ് ടെക്ടോണിക് ആണ്. പ്ലേറ്റ് ടെക്ടോണിക് എന്ന് അല്ലെങ്കിൽ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് കനേഡിയൻ ജിയോഫിസിസ്റ്റ് ആയിട്ടുള്ള ടൂസോ വിൽസൺ ആണ്. 1963 ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പം എന്താണ് പ്ലേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഹാർഡ് ആൻഡ് റിജിഡ് സെഗ്മെന്റ്സ് ഓഫ് ലിതോസ്ഫിയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് അപ്പർ മാന്റിൽ, ഓഷ്യാനിക് ക്രസ്റ്റ് ആൻഡ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഈ 3 ഭാഗങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് കനേഡിയൻ ജിയോഫിസിസ്റ്റ് ആയിട്ടുള്ള ടൂസോ വിൽസൺ ആണ്. ടൂസോ വിൽസൺ 1963 ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പ്ലേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹാർഡ് ആൻഡ് റിജിഡ് സെഗ്മെന്റ് ഓഫ് ലിതോസ്ഫിയർ ആണ്. അതായത് അപ്പർ മാന്റിലും ഓഷ്യാനിക് ക്രസ്റ്റും കോണ്ടിനെന്റൽ ക്രസ്റ്റും കൂടി ചേർന്ന ഭാഗത്തെയാണ് പ്ലേറ്റ് എന്ന് അദ്ദേഹം വിളിച്ചത്. ഈ പ്ലേറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊരു കോൺസെപ്റ്റ് ആണ് പ്ലേറ്റ് ടെക്ടോണിക്സിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പ്ലേറ്റ്സ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നു, സബ്മേർജ് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് അവിടെ ഫോൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് ലോകത്തുള്ള ഇന്ന് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പല ഫീച്ചേഴ്സും ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും രൂപം കൊള്ളുന്നത് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു തിയറിയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. അപ്പോൾ 1967 മെക്കൻസിയൻ പാർക്കർ എന്ന് പറയുന്ന വ്യക്തികൾ യൂളേഴ്സിന്റെ ജോമെട്രിക്കൽ തിയറത്തിന്റെ അടിസ്ഥാനത്തിൽ പ്ലേറ്റ് ടെക്ടോണിക്സിനെ ഒന്ന് ഓർഗനൈസ് ചെയ്തിരുന്നു. പിന്നെ ഈ തിയറി ഒന്നുകൂടെ മോഡിഫൈ ചെയ്തത് 1968 മോർഗൻ ആൻഡ് പിച്ചൺ എന്ന് പറയുന്ന 2 വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലേറ്റ് ടെക്ടോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു തിയറിയാണ്. അതിനകത്ത് എന്താണ് പ്ലേറ്റ്സ്, മേജർ പ്ലേറ്റ്സ് ഏതൊക്കെയാണ്, മൈനർ പ്ലേറ്റ്സ് ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട ചില മൈനർ പ്ലേറ്റ്സുകളുടെ ലൊക്കേഷൻ വരെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നാസ്ക മിക്കവാറും ചോദിക്കാറുള്ള ഒരു മൈനർ പ്ലേറ്റ് ആണ്. ഇത് സൗത്ത് അമേരിക്കയുടെയും പസഫിക്കിന്റെയും ഇടയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ് നാസ്ക പ്ലേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പൈൻ പ്ലേറ്റ് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏഷ്യാറ്റിക് ആൻഡ് പസഫിക് പ്ലേറ്റിന്റെ ഇടയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഫിലിപ്പൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചില മൈനർ പ്ലേറ്റ്സും അതിൻ്റെ ലൊക്കേഷൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് നോക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്കോർ ബൂസ്റ്റ് ചെയ്യുന്നതിന് സഹായകരമാകും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലേറ്റ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലേറ്റ്സ് മൂവ് ചെയ്യുകയും കൊളൈഡ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊളൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്ക് 3 തരംതിരിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, ബൗണ്ടറീസ്, പ്ലേറ്റ് ബൗണ്ടറീസിനെ, അതിൻ്റെ അതിർത്തികളെ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തേതാണ് കൺവേർജൻ പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. അതായത് പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ ആണെങ്കിൽ, വൺ അനദർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺവേർജൻ ബൗണ്ടറി എന്ന് വിളിക്കുന്നത്. ദെൻ ഡൈവേർജൻ ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ ആണെങ്കിൽ, ഓക്കെ, എവേ ഫ്രം ഈച്ച് അതർ ആണെങ്കിൽ നമുക്കതിനെ ഡൈവേർജൻ പ്ലേറ്റ് എന്ന് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ട്രാൻസ്ഫോംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ബൈ സൈഡായിട്ട് അതങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രാൻസ്ഫോം ബൗണ്ടറി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കോൺസെപ്റ്റാണ്. 2 പ്ലേറ്റുകൾ പരസ്പരം ഒന്ന് ഈ ഒരു ഡയറക്ഷനിലേക്കും, ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലേക്കും പോവുകയാണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. സോ അതിനെ നമ്മൾ ഡൈവേർജൻറ്റ് എന്ന് വിളിക്കുന്നു. ദെൻ കൺവേർജൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ
ദിശയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ദിശയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2 പ്ലേറ്റുകൾ കൂട്ടിമുട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സ്ലൈഡിനെ നമ്മൾ കൺവേർജൻ്റ് എന്ന് വിളിക്കുന്നു. ഇനി ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഓരോ വശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓരോ വശങ്ങളിലേക്ക് തെന്നി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ബൗണ്ടറി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫോം ബൗണ്ടറി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പോൾ ഇതിൽ എന്താണ്, നമ്മൾ ഡൈവേർജൻറ്റ് ബൗണ്ടറിയെ കൺസ്ട്രക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി എന്നാണ് വിളിക്കുക. കാരണം ഡൈവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുമ്പം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ ലിതോസ്ഫിയർ പ്ലേറ്റ്സിൻ്റെ അണ്ടറിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, തെർമൽ കൺവെക്റ്റീവ് കറൻസ് വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് അപ്വെൽ ചെയ്ത് വരുന്ന മോൾട്ടൺ ലാവ അവിടെ ഓഷ്യാനിക് ക്രസ്റ്റുകൾ ഫോം ചെയ്യിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ ഡൈവേർജൻറ്റ് അഥവാ കൺസ്ട്രക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നു. ഓക്കെ, അപ്വെൽ ചെയ്ത് വരുന്ന മോൾട്ടൺ ലാവ പുതിയ ഓഷ്യാനിക് ക്രസ്റ്റുകൾ അവിടെ ഫോം ചെയ്യിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ മേഖലയെ കൺസ്ട്രക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറി എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് റിഫ്റ്റ് വാലീസ്, വോൾക്കനോസ്, എർത്തിക്യൂക്സ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മേഖലകളിൽ ഉണ്ടാവുക. ഇനി കൺവേർജൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രക്റ്റീവ് പ്ലേറ്റ് ബൗണ്ടറിയാണ്. ഓക്കെ, കൺവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറി ഡിസ്ട്രക്റ്റീവ് ബൗണ്ടറിയാണ്. കാരണം 2 പ്ലേറ്റ്സുകൾ തമ്മിൽ കൺവേർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സോ ഇതിൽ ഡെൻസിറ്റി എന്താണ്, കൂടിയ പ്ലേറ്റ് എന്ത് ചെയ്യും, മുകളിൽ നിൽക്കുകയും ഡെൻസിറ്റി കുറഞ്ഞ പ്ലേറ്റ് സബ്ഡക്റ്റ് ചെയ്ത് അതിൻ്റെ ഇൻസൈഡായിട്ട് പോവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സബ്ഡക്ഷൻ നടക്കുന്ന മൂന്ന് മേഖല, 3 കൊളീഷനാണ്. ഇത്തരത്തിൽ കൺവേർജൻസ് 3 തരത്തിലാണ് നടക്കുക. ഓക്കെ, ഈ പ്ലേറ്റിൻ്റെ കൊളീഷൻ 3 തരത്തിലാണ് നടക്കുക. ഒന്ന് ഓഷ്യാനിക് പ്ലേറ്റും തമ്മിൽ കൊളൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൊളൈഡ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ജപ്പാൻ ഐലൻഡ് ആർക്ക്, ജപ്പാൻ ട്രെഞ്ച്, ജപ്പാൻ സീ പോലുള്ള ഫീച്ചേഴ്സ് വരുന്നത്. ദെൻ കോണ്ടിനെൻ്റൽ ഓഷ്യൻ കൊളീഷൻ എന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു കോണ്ടിനെൻ്റൽ പ്ലേറ്റും ഒരു ഓഷ്യാനിക് പ്ലേറ്റും തമ്മിലാണ് അവിടെ കൊളീഷൻ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ റോക്കീസ് ആൻഡ് ആൻഡസ്, അതുപോലെ അത്തരത്തിലുള്ള മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഈ കോണ്ടിനെൻ്റൽ ഓഷ്യൻ കൊളീഷൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ അടുത്തതാണ് കോണ്ടിനെൻ്റൽ കൊളീഷൻ എന്ന് പറയുന്നത്. അപ്പം 2 കോണ്ടിനെൻ്റൽ ക്രസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊളൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്ന് സബ്ഡക്റ്റ് ചെയ്ത് താഴത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് വരുന്നത് ഹിമാലയാസ്, ആൽപ്സ്, യുറാൽസ് ആൻഡ് അറ്റ്ലസ് മൗണ്ടെയിൻസിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ കോണ്ടിനെൻ്റൽ കൊളീഷൻസ് സംഭവിച്ചിട്ടുള്ളത്. ഇനി അടുത്തതാണ് ട്രാൻസ്ഫോം ബൗണ്ടറി നമ്മൾ കൺസർവേറ്റീവ് ബൗണ്ടറി എന്നും കൂടിയാണ് വിളിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഷിയർ ബൗണ്ടറി അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. കാരണം ഇവിടെ ക്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല, ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല. ഇത് പരസ്പരം തെന്നി മാറുന്ന ഒരു പ്രോസസ്സാണ്. ഹൊറിസോണ്ടലി രണ്ടും പാസ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം ഈ മേഖലകളിൽ എർത്ത് ക്യൂക്സ് കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള സാൻ ആൻഡ്രിയൂസ് ഫോൾട്ടാണ്. ഇത് ഇത്തരത്തിൽ ഈ ഒരു തെന്നിമാറൽ ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡ് മോഷനിൽ നടക്കാറുണ്ട്, ലെഫ്റ്റ് സൈഡ് മോഷനിൽ നടക്കാറുണ്ട്. അപ്പം ഈ സാൻ ആൻഡ്രിയൂസ് ഫോൾട്ടിൽ റൈറ്റ് സൈഡ് മോഷനാണ് സംഭവിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ സാൻ ആൻഡ്രിയൂസ് ഫോൾട്ട് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോം ബൗണ്ടറി വിത്ത് ഡെക്സ്ട്രൽ അഥവാ റൈറ്റ് എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. റൈറ്റ് മോഷൻ എന്നാണ് പറയുക. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് സാൻ ആൻഡ്രിയൂസ് ഫോൾട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളത് മിക്കവാറും എക്സാമുകളിൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതൊരു ട്രാൻസ്ഫോം ബൗണ്ടറി വിത്ത് ഡെക്സ്ട്രൽ മോഷൻ ആണ്, അത് മനസ്സിൽ വെക്കണം. ദെൻ അടുത്തതാണ് എർത്ത് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും എർത്ത് മൂവ്മെൻറ്റ്സിനെ 2ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, ഇത് എർത്ത് സർഫേസിനകത്ത് ഉണ്ടാക്കുന്ന ചേഞ്ചുകൾ വളരെ വലുതാണ്. അപ്പം എർത്ത് സർഫേസിൻ്റെ ഇന്നർ സൈഡിലാണ് മാറ്റങ്ങൾ വരുന്നതെങ്കിൽ അതിന് നമ്മൾ എൻഡോജനറ്റിക് പ്രോസസ്സ് എന്നാണ് വിളിക്കുക. ഇനി എർത്ത് സർഫേസിൻ്റെ മുകൾ ഭാഗത്താണ് ഈ ഇത്തരത്തിലുള്ളൊരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന് മാറ്റങ്ങൾ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എക്സോജനറ്റിക് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ എൻഡോജനറ്റിക് തന്നെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സ്ലോ മൂവ്മെൻറ്റ്സും ഉണ്ട്, സഡൻ മൂവ്മെൻറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പം ഡയാസ്ട്രോഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ലോ മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഡയാസ്ട്രോഫിക് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വളരെ സഡൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. ഇപ്പം എർത്ത് ക്യൂക്ക്, വോൾക്കാനിസം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ്
കറ്റാസ്ട്രോഫിസം എന്നാണ് വിളിക്കുക. ഓക്കെ, കറ്റാസ്ട്രോഫിസം സഡൻ മൂവ്മെന്റ് ആണ്. കറ്റാസ്ട്രോഫിക്. ഡയാസ്ട്രോഫിക് സ്ലോ മൂവ്മെന്റ് ആണ്. ഇതിൽ 2 തരം ആക്ടിവിറ്റീസ് ആണുള്ളത്. ഒന്ന് എപ്പിറോജനിക് ഉണ്ട്, അതായത് കോണ്ടിനെന്റൽ ബിൽഡിംഗ് ഉണ്ട്. ദെൻ ഓറോജനിക് ഉണ്ട്. ഓറോജനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ടെയിൻ ബിൽഡിംഗ് ആണ്. ഓക്കെ, എപ്പിറോജനി ആൻഡ് ഓറോജനി. എപ്പിറോജനി എന്ന് പറയുമ്പോൾ എപ്പിറോജനിയെ വീണ്ടും നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അവിടെ നടക്കുന്ന മൂവ്മെന്റ്സ് ഒന്നില്ലെങ്കിൽ കോണ്ടിനെന്റ്സ് അപ്ലിഫ്റ്റ് ചെയ്യും, അഥവാ എമർജ് ചെയ്യും, അല്ലെങ്കിൽ സബ്മേർജ് ചെയ്യും. ഓക്കെ, സബ്മേർജ് ചെയ്യുക ഇൻ ദ സെൻസ് നമ്മൾ പറയുന്നുണ്ട്, എമേർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള മുകളിലേക്കുള്ള മൂവ്മെന്റ് ആണ്. ദെൻ സബ്മേർജ് ചെയ്യുക അല്ലെങ്കിൽ സബ്സൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ താഴത്തേക്കുള്ള ഒരു കോണ്ടിനെന്റ് താഴത്തേക്ക് പോകുന്നതിനെയാണ് സബ്സിഡൻസ് അല്ലെങ്കിൽ സബ്മേർജൻസ് എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. ഓക്കെ, ഇനി നമുക്ക് ഓറോജനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറോജനിക് മൂവ്മെന്റിൽ 2 തരം മൂവ്മെന്റ്സ് ആണ് ഉള്ളത്, കംപ്രഷൻ ആൻഡ് ടെൻഷൻ. ഇത് പൊതുവേ വിദ്യാർത്ഥികൾക്ക് സംശയം വരുന്ന 2 ഫോഴ്സസ് ആണ്, ടെൻഷൻ ആൻഡ് കംപ്രഷൻ എന്നുള്ളത്. എപ്പിറോജനിക് ആവുമ്പോൾ നമ്മൾ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് എന്ന് മനസ്സിൽ ഓർത്ത് വെക്കും. സോ എമർജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്വേർഡ് മൂവ്മെന്റ് ആണ്, ഡൗൺവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡൻസ് ഓർ സബ്മേർജൻസ് ആണ് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഈ കംപ്രഷൻ ആൻഡ് ടെൻഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ മിക്കവാറും വിദ്യാർത്ഥികൾക്ക് നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം കംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് ക്രസ്റ്റിനെ കംപ്രസ് ചെയ്യുന്ന, പുഷ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം നമ്മുടെ ഒരു ഫയൽ സൈസ് വലുതാണെന്ന് വിചാരിക്കുക, നമ്മൾ അതിനെ കംപ്രസ് ചെയ്ത് ചെറുതാക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് എർത്ത് ക്രസ്റ്റിനകത്ത് നടക്കുന്നത്. റെഡ്യൂസിങ് ദ സൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം. അല്ലെങ്കിൽ എന്താണ്, എർത്ത് ക്രസ്റ്റിനെ പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ പുഷ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കംപ്രഷൻ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഷിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഒരു പുഷിംഗ് അല്ലെങ്കിൽ ഒരു കംപ്രസിംഗ് എന്ന് പറയുമ്പോൾ അതൊരു എങ്ങനെയാണ് അവിടെ നടക്കുന്നത്, ഫോൾഡിംഗ് ആയിരിക്കും. ഓക്കെ, ഫോൾഡിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു പുസ്തകം എടുത്തു, 2 കൈയും കൊണ്ട് ആ പുസ്തകത്തെ നമ്മൾ അമർത്തി പിടിക്കുമ്പം അതിൻ്റെ സെൻറ്ററിൽ ഒരു ബൾജ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന മൗണ്ടെയിൻസിനെയാണ് നമ്മൾ ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ടെൻഷണൽ ഫോഴ്സ് ആണ്. ടെൻഷണൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെ ഫോഴ്സസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പേപ്പർ കീറിപ്പറിച്ച് കളയുന്നു. അപ്പോൾ കീറിപ്പറിച്ച് കളയുമ്പം നമ്മൾ ചെലുത്തുന്ന ഒരു ഫോഴ്സ്, ഈ ഫോഴ്സാണ് ടെൻഷണൽ ഫോഴ്സ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ഒരു ടെൻഷണൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഒരു തിന്നിങ് ഓഫ് ക്രസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് സിംപ്ലി പറയാൻ പറ്റും. ഇതിനകത്ത് നടക്കുന്നത് ഫോൾട്ടിംഗ് ആണ്. ഓക്കെ, ഫോൾട്ടിംഗ് ആണ് ടെൻഷണൽ ഫോഴ്സസിനകത്ത് നടക്കുന്നത്. കംപ്രഷണൽ ഫോഴ്സസിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കംപ്രഷണൽ ഫോഴ്സസിനകത്ത് നടക്കുന്നത് പുഷാണ്, ഫോൾഡിംഗ് ആണ്. ഓക്കെ, കംപ്രഷൻ ഫോൾഡിംഗ് ആണ്, ടെൻഷൻ ഫോൾട്ടിംഗ് ആണ്. ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഈ എൻഡോജനറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, എൻഡോജനറ്റിക് പ്രോസസ്സിനെ കറ്റാസ്ട്രോഫിക് ആൻഡ് ഡയാസ്ട്രോഫിക് ആയിട്ട് നമ്മൾ തരംതിരിച്ചു എന്നറിയാം. എപ്പിറോജനിക് ആൻഡ് ഓറോജനിക് മൂവ്മെന്റ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ദെൻ എന്താണ് കംപ്രഷണൽ, എന്താണ് ടെൻഷണൽ. കംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡിംഗ് ആണ്, ടെൻഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾട്ടിംഗ് ആണ് എന്നുള്ളൊരു ഫീച്ചർ നമുക്ക് മനസ്സിലാക്കണം. ഇനി ഇതിനകത്ത് ടൈപ്സ് ഓഫ് ഫോഴ്സ് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടൈപ്സ് ഓഫ് ഫോഴ്സ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്സാമിന് ചിലപ്പം മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡൊക്കെ ആയിരിക്കും മിക്കവാറും ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം സിമെട്രിക്കൽ ആൻഡ് അസിമെട്രിക്കൽ എന്ന് പറയുന്ന 2 ടൈപ്സ് ഓഫ് ഫോൾസ് ആദ്യം നമുക്ക് പഠിക്കാം. സിമെട്രിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഫോൾഡാണ്. ഓക്കെ, സിമെട്രിക്കൽ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോൾഡാണ്. ഈ ഫോൾഡിൻ്റെ 2 ലിംസും യൂണിഫോമലി ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സിമെട്രിക്കൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ബോത്ത് ലിംസ് ആർ ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ സിമെട്രിക്കൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ അടുത്തത് അസിമെട്രിക്കൽ ആണ്. അസിമെട്രിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലിംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് നോക്കൂ, ഈ അസിമെട്രിക്കലിൻ്റെ ലിംസ് എന്ന് പറയുന്നത് അൺഈക്വൽ ഓർ ഇറഗുലർ ആണ്. ഓക്കെ, ബോത്ത് ലിംസ് ആർ നോട്ട് ഈക്വൽ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അസിമെട്രിക്കൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇനി ധാരാളമായിട്ടുള്ള ഇത് വരുന്നുണ്ട്. ഒന്നാണ് മോണോക്ലിനൽ. ഓക്കെ, ഒരു ലിംബ് ഇൻക്ലൈനഡും മറ്റേ ലിംബ് പെർപെൻഡിക്കുലറും ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് ലിംബിനെയാണ് നമ്മൾ മോണോക്ലിനൽ ഫോൾഡ് എന്ന് വിളിക്കുന്നത്. ഒരു എസ് ഷേപ്പ്ഡ് ഫോം ആയിരിക്കും മോണോക്ലിനൽ ഫോൾഡിന്. ഓക്കെ, ലേയേഴ്സ് എന്ന് പറയുന്നത് ഒരു 1 ഡയറക്ഷനിലായിരിക്കും ഈ മോണോക്ലിനലിൻ്റെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലിംബിന് മോണോപ്പൊളി കിട്ടുന്നത് കൊണ്ടാണ്
നമ്മളിതിനെ മോണോക്ലിനൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ലിംബ് നോർമൽ ആയിരിക്കും, മറ്റേ ലിംബ് ഒരു മോണോപ്പൊളി ഉണ്ട് അതിന്. കാരണം ആ മോണോപ്പൊളി എന്ന് പറയുന്നത് ഒരു എസ് ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലേക്കോ മാത്രമായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ മോണോക്ലിനൽ. ഇനി ഐസോക്ലിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കംപ്രസീവ് ഫോഴ്സസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണെങ്കിൽ രണ്ട് ലിംസും പാരലായിരിക്കും. ആ പാരലായിരിക്കുന്ന ലിംസിനെയാണ് നമ്മൾ ഐസോക്ലിനൽ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കംപ്രഷണൽ ഫോഴ്സുകൾ വളരെയധികം സ്ട്രോങ് ആണെങ്കിൽ ബോത്ത് ലിംസ് ബിക്കം പാരലൽ ബട്ട് നോട്ട് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ഐസോക്ലിനൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ അടുത്താണ് റെക്യുംബൻറ്റ് എന്ന് പറയുന്നു. റെക്യുംബൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? അത് താഴെ അങ്ങനെ വീണ് കിടക്കുന്നതാണ്, ലേയിങ് ഡൗൺ എന്നുള്ളൊരു അർത്ഥമാണ് റെക്യുംബൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും കംപ്രസീവ് ഫോഴ്സസ് വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ഇവിടെ ലിംബ് എന്ന് പറയുന്നത് പാരലൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഐസോക്ലിനലിൽ ലിംസ് പാരലലാണ് പക്ഷെ ഹൊറിസോണ്ടൽ അല്ല. റെക്യുംബൻറ്റ് ഫോൾഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംസ് പാരലൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ ആയിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ഓവർടേൺഡ് ഫോൾഡ് വരുന്നുണ്ട്. ഓവർടേൺഡ് ഫോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലിംസ് ഡിപ്പ് ഇൻ ദ സെയിം ഡയറക്ഷൻ ബട്ട് അറ്റ് എ ഡിഫറെൻറ്റ് ആംഗിൾ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർടേൺഡ് ഫോൾഡ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അതായത് രണ്ട് ലിംബ് സെയിം ഡയറക്ഷനിലാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അതിൻ്റെ ആംഗിളുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ഓവർടേൺഡ് ഫോൾഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ പിന്നെ കുറേ ഫോൾഡ്, ഫാൻ ഫോൾഡ്, ഓപ്പൺ ഫോൾഡ്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ഫോൾഡ്, അങ്ങനെയുള്ള കുറേ ഫോൾഡുകൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ടൈപ്സ് ഓഫ് ഫോൾഡുകളും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കുക, ഒരു വൺ ലൈൻ ആയിട്ട് അറിഞ്ഞു വെക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ദെൻ അടുത്തതായിട്ടാണ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഫോൾട്ട് ആണ്. ഓക്കെ, ഫോൾട്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൾട്ടുകളുണ്ട്. അതായത് പൊതുവെ നമ്മൾ ഫോൾട്ടുകളിനെ രണ്ടായിട്ട് തരംതിരിക്കും. ഒന്ന് ഡിപ്പ് സ്ലിപ്പ് ഫോൾട്ടും സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടും. ഓക്കെ, ഡിപ്പ് സ്ലിപ്പ് ഫോൾട്ടും ഉണ്ട്, സ്ട്രൈക്ക് സ്ലിപ്പ് ഫോൾട്ടും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഡിപ്പ് സ്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡിപ്പ് സ്ലിപ്പ് ആൻഡ് സ്ട്രൈക്ക് സ്ലിപ്പ്. അപ്പോൾ ഈ സ്ട്രൈക്ക് എന്നുള്ള ടേം നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. കാരണം ഒരു റോക്ക് സ്ട്രാറ്റയ്ക്കകത്ത് ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ലൈൻ ആണ് എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രൈക്ക് എന്ന് വിളിക്കുന്നത്. ഇനി അത് വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ അതിനെ ഡിപ്പ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ സ്ട്രൈക്കും ഡിപ്പും കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. ദ ഡയറക്ഷൻ ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ ഓൺ എ ഇൻക്ലൈൻഡ് റോക്ക് സ്ട്രാറ്റ ഈസ് കോൾഡ് സ്ട്രൈക്ക് എന്നുള്ളതാണ്. ഇനി അത് വെർട്ടിക്കൽ ആണെങ്കിൽ അതിനെ ഡിപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ആദ്യം പഠിക്കുന്നു നോർമൽ ഫോൾട്ട്. നോർമൽ ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈവേർജൻറ്റ് ബൗണ്ടറിക്കകത്ത് വരുന്നതായ ഒരു ഫോൾട്ട് അല്ലേ. ഡൈവേർജൻറ്റ് ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ഒരു പ്ലേറ്റ് ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്ലേറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ചെറിയൊരു ഒരു വിടവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നിന്നാണ് മോൾട്ടൺ ലാവ അപ്ലിഫ്റ്റ് ചെയ്ത് വരികയും അവിടെ പുതിയ ഓഷ്യാനിക് ക്രസ്റ്റുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നോർമലായിട്ടൊരു ഡൈവേർജൻറ്റ് ബൗണ്ടറിയിൽ ഇത്തരത്തിലുള്ള വിടവുകൾ അഥവാ ഫോൾട്ടുകൾ രൂപീകൃതമാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നോർമൽ ഫോൾട്ട്. ഓക്കെ, ഇനി കൺവേർജൻറ്റ് ബൗണ്ടറിയിൽ ഉണ്ടാവുന്ന ഫോൾട്ടുകളെയാണ് നമ്മൾ ത്രസ്റ്റ് ഓർ റിവേഴ്സ് ഫോൾട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ത്രസ്റ്റ് ഓർ റിവേഴ്സ് ഫോൾട്ട് എന്ന് വിളിക്കുന്നത് കൺവേർജൻറ്റ് ബൗണ്ടറിയിൽ ഉണ്ടാവുന്ന ഫോൾട്ടുകളാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഇത് റിവേഴ്സ് ഫോൾട്ട് എന്ന് വിളിക്കുന്നത്? കാരണം പൊതുവേ ഡൈവേർജൻറ്റ് ബൗണ്ടറിയിലാണ് ഇത് ഉണ്ടാവുക, പക്ഷേ അതിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർജൻറ്റ് ബൗണ്ടറിയിൽ. കാരണം കൺവേർജൻറ്റ് എന്ന് പറയുമ്പം രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സബ്ഡക്റ്റ് ചെയ്ത് പോകാനുള്ള ആ ഒരു സാധ്യതയാണുള്ളത്. അവിടെ ഒരു ഫോൾട്ട് വരാനുള്ള സാധ്യതയില്ല. എന്നിട്ടും അത്തരത്തിൽ വരുന്ന ഫോൾട്ടുകൾ നമ്മൾ റിവേഴ്സ് ഓർ ത്രസ്റ്റ് ഫോൾട്ടുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം ദെൻ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് കറ്റാസ്ട്രോഫിക് ഓർ സഡൻ മൂവ്മെൻറ്റ്സ് ആണ്. ഇതിനകത്ത് വരുന്നതാണ് വോൾക്കനോസിനെ ഒരുപാട് ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് പീരീഡ് ഓഫ് ഇറപ്ഷനെ അടിസ്ഥാനമാക്കിയിട്ട് ആക്റ്റീവ്, ഡോർമൻ്റ് ആൻഡ് എക്സ്റ്റിങ്ക്റ്റ് എന്നിങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇറപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള വോൾക്കനോസ് ആണ്. ഡോർമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഇറപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിലവിൽ അതിനുള്ളൊരു ഇതൊന്നും കാണാനില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ഡോർമൻ്റ് എന്ന് വിളിക്കുന്നു. ഇനി കംപ്ലീറ്റ്ലി ഇറപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു മൗണ്ടെയ്ൻസിനെയാണ് എക്സ്റ്റിങ്ക്റ്റ് എന്തുകൊണ്ട് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി
സർഫേസ് ഡെവലപ്പ് ചെയ്തിരുന്ന അടിസ്ഥാനത്തിൽ ഷീൽഡ് വോൾക്കനോ, കോമ്പോസിറ്റ് വോൾക്കനോ, ലാവ ഡോംസ്, സിൻഡർ കോൺസ് തുടങ്ങിയ പേരുകളിലൊക്കെ ഡിവൈഡ് ചെയ്യാറുണ്ട്. ദെൻ മോഡ് ഓഫ് ഇറപ്ഷനെ അടിസ്ഥാനമാക്കിയിട്ട് ഹവായിയൻ, സ്ട്രോംപോളിയൻ, വോൾക്കാനിയൻ, അതുപോലെ തന്നെ വെസൂവിയസ് ആൻഡ് പീലിയൻ എന്ന് പറയുന്ന ഇത്രയും ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് പഠിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എക്സാമിന് ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മോഡ് ഓഫ് ഇറപ്ഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ദെൻ അതുമായി റിലേറ്റ് ചെയ്ത് വന്ന് ചോദിച്ച ഒന്ന് കൺട്രീസ്, ഓരോ വോൾക്കനോസും അതിൻ്റെ കൺട്രീസും പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട വോൾക്കനോസും അതിൻ്റെ കൺട്രീസും നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രീസും അതിൽ പ്രധാനപ്പെട്ട വോൾക്കനോസും മാത്രമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ എർത്തിക്യൂക്സ് ആണ്. എർത്തിക്യൂക്ക് എന്ന് പറയുമ്പം എർത്തിക്യൂക്കിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ബോഡി വേവ്സും ഒന്ന് സർഫേസ് വേവ്സും. ഓക്കെ, ബോഡി വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിക്യൂക്ക് രൂപീകൃതമാകുന്ന സ്ഥലത്ത് ഉണ്ടാവുന്നതായിട്ടുള്ള വേവ്സിനെയാണ് നമ്മൾ ബോഡി വേവ്സ് എന്ന് വിളിക്കുന്നത്. ഇനി സർഫേസിലേക്ക് എത്തുന്ന വേവ്സിനെയാണ് സർഫേസ് വേവ്സ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ബോഡി വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് പ്രൈമറി വേവ്സും സെക്കൻഡറി വേവ്സും. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ വേവിനെയാണ് നമ്മൾ പി വേവ് അഥവാ പ്രൈമറി വേവ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് സെക്കൻഡറി വേവ് എന്നും വിളിക്കുന്നു. ഓക്കെ, അതിന് സർഫേസ് വേവ്സിന് രണ്ടായിട്ട് തരംതിരിക്കാം, ലവ് വേവ്സ് ആൻഡ് റിലേ വേവ്സ്. ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ടോപ്പിക്കിൻ്റെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടും. സോ ആ ഒരു വീഡിയോസ് ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ജസ്റ്റ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനും ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും മാത്രം പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും ഡിസാസ്ട്രസ് ആയിട്ടുള്ളൊരു വേവ്സ് ആണ് ലവ് വേവ്സ് എന്ന് പറയുന്നത്. എർത്തിന് ഏറ്റവും കൂടുതൽ ഷെയ്ക്കിങ് വരുന്നത് ഈ റിലേ വേവ്സ് കാരണമാണ്. ദെൻ ഇതിനകത്ത് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വേറെ രണ്ട് കാര്യം, എന്താണ് ഫോക്കസ് ആൻഡ് എന്താണ് ഫോക്കസ് ഓർ ദ ഹൈപ്പോസെൻറ്റർ എന്താണ്, അതല്ലെങ്കിൽ എപ്പിസെൻറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം ഫോക്കസ് ഓർ ഹൈപ്പോസെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി റിലീസ് ചെയ്യുന്ന കറക്റ്റ് പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് ഓർ ഹൈപ്പോസെൻറ്റർ ഓഫ് എൻ എർത്തിക്യൂക്ക് എന്ന് വിളിക്കുന്നത്. ഇനി അതേസമയം ഈ റിലീസ് ചെയ്ത എനർജി എർത്ത് സർഫേസിൽ എവിടെയാണോ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ എപ്പിസെൻറ്റർ എന്നും വിളിക്കുന്നുണ്ട്. ഇത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെർക്കാലി സ്കെയില്, റിക്ടർ സ്കെയില്, റോസിഫോറൽ സ്കെയില് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വളരെ സിവിയർ ആയിട്ടുള്ള എർത്തിക്യൂക്കുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സ്കെയിൽ എന്താണ് എന്നുള്ളതും നമ്മളൊന്ന് മെഷർ ചെയ്ത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പം ഭൂജ് 7.7 ആണ് റിക്ടർ സ്കെയിലിൽ കാണിച്ചിട്ടുള്ളത്. ബീഹാർ, നേപ്പാൾ ആണെങ്കിൽ 8.4 ആണ്. കാശ്മീർ എർത്തിക്യൂക്ക് 7.6 ആണ്. അപ്പം ലാത്തൂർ 6.4 ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അവിടെ എർത്തിക്യൂക്ക് ഉണ്ടായത്, അതിൻ്റെ ഒരു റീസണും നമ്മൾ നോക്കണം. ഏതാണ് വർഷം നോക്കണം, അതിൻ്റെ സ്കെയിൽ എത്രയാണ് എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പം സീസ്മിക് സോൺസ് കൂടി നമ്മൾ ഇതിനകത്ത് നോക്കി വെക്കണം. അപ്പം സോൺ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സ്കെയിൽ വരുന്നത്. സോൺ 3 എന്ന് പറയുമ്പം 7 ആണ് അതിൻ്റെ സ്കെയിൽ വരുന്നത്. സോൺ 2ൽ 6 ആണ് സ്കെയിൽ വരുന്നത്. ഒരു ലോ ഇൻറ്റൻസിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോൺ 3 മോഡറേറ്റ് ഇൻറ്റൻസിറ്റി 7 ആണ് സ്കെയിൽ വരുന്നത്. ദെൻ 4 സോൺ 4 എന്ന് പറയുമ്പം സിവിയർ ആണ്, സിവിയർ ആയിട്ടുള്ള സീസ്മിക് സോൺ ആണ്, 8 ആണ് അതിൻ്റെ സ്കെയിൽ വരുന്നത്. ദെൻ 5 എന്ന് പറയുന്നത് സോൺ 5 എന്ന് പറയുന്ന സമയത്ത് വെരി സിവിയർ ആണ്, അവിടെ 9 ആണ് സ്കെയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. പിന്നെ ഒരു വേൾഡ് ലെവലിലുള്ള പ്രധാനപ്പെട്ട എർത്തിക്യൂക്കുകൾ, ഇതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. കഴിഞ്ഞ കുറച്ച് എക്സാമിന് അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ എക്സോജനറ്റിക് ഫോഴ്സസ് ആണ്. എക്സോജനറ്റിക് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വെതറിങ്, ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ആണ്. ദെൻ മാസ് വേസ്റ്റിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ചെറിയ പോർഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം വെതറിങ്ങിൽ പ്രധാനമായിട്ടും ഓണിയൻ എക്സ്ഫോലിയേഷൻ എന്നുള്ളൊരു ടേമാണ് മിക്കവാറും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതായത് എക്സ്ഫോലിയേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മെക്കാനിക്കൽ വെതറിങ് കാരണം ഉണ്ടാവുന്ന റോക്ക് ഒരു ഒണിയൻ്റെ
പുറമേയുള്ള ഒരു ഇത് എങ്ങനെയാണോ നമ്മൾ ഒണിയൻ കളയുന്നത് അതുപോലെ റോക്കിൻ്റെ ലെയേഴ്സ് പോകുന്നതായിട്ടുള്ള ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് എക്സ്ഫോലിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എക്സ്ഫോലിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ക്വസ്റ്റ്യൻസും പലവട്ടവും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറയുന്നു. മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറയുമ്പം ഒരു തെർമലോ ഫ്രോസ്റ്റിൻ്റെ ആക്ടിവിറ്റീസ് കാരണം റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന എക്സ്ഫോലിയേഷൻ എന്താണ്, സോൾട്ട് ക്രിസ്റ്റലൈസേഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കണം. ദെൻ കെമിക്കൽ വെതറിംഗ് എന്ന് പറയുമ്പം ഇതിൽ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ, ഹൈഡ്രോളിസിസ്, സൊല്യൂഷൻ എന്താണ്, ഇതൊക്കെ ഓരോന്നും എന്താണ് ആക്ടിവിറ്റി എന്നുള്ളതിനെക്കുറിച്ച് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. കെമിക്കൽ വെതറിംഗ് എന്ന് പറയുമ്പം റോക്കിൻ്റെ മിനറൽ കോമ്പോസിഷൻസ് ഔട്ട്സൈഡിൽ നിന്ന് എത്തുന്നതായിട്ടുള്ള, അപ്പം മിക്കവാറും വാട്ടർ ആയിരിക്കും, വാട്ടറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റോക്ക് വെതേർഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കെമിക്കൽ വെതറിംഗ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി അത് ഓക്സിജനുമായിട്ടാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി മിനറൽസ് വാട്ടർ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നതെങ്കിൽ ഹൈഡ്രേഷൻ പ്രോസസ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇനി കാർബോണിക് ആസിഡുമായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ കാർബണേഷൻ എന്ന് വിളിക്കുന്നു. ഇനി അവിടെ കെമിക്കൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് സിലിക്കേറ്റ് മിനറൽസ് കാരണമാണെങ്കിൽ അതിനെ ഹൈഡ്രോളിസിസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ടേമുകളും ഇതിൻ്റെ മീനിങ്ങും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ദെൻ ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുമ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ റോക്സ് അല്ലെങ്കിൽ ഓർഗാനിസം, ഡെഡ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് ഒക്കെ തന്നെ ഒരു റോക്കിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രധാനപ്പെട്ട വെതറിങ്ങുകളൊക്കെ ഏത് മേഖലകളിലാണ് നടക്കുന്നത്? ഇപ്പം ബയോളജിക്കൽ വെതറിങ് ടെമ്പറേറ്റ് ആൻഡ് ട്രോപ്പിക്കൽ റൈൻ ഫോറസ്റ്റുകളിലാണ് പ്രീഡോമിനൻ്റ് ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് നോക്കി വെക്കണം എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഒന്നാണ് ജിയോമോർഫിക് സൈക്കിൾ. ഓക്കെ, അപ്പം ഡേവിസിൻ്റെയും പെങ്കിൻ്റെയും സൈക്കിളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ജിയോമോർഫിക് സൈക്കിൾ പഠിക്കുമ്പോൾ നമ്മൾ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു ടേമാണ് ബേസ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, JW പവലാണ് 1875 ഈ ഒരു കോൺസെപ്റ്റ് പുട്ട് ഫോർവേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ബേസ് ലെവൽ? ബേസ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവറിന് ഇറോഡ് ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ മാക്സിമം ലെവലിനെയാണ് നമ്മൾ ബേസ് ലെവൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കോൺസെപ്റ്റ് ആദ്യം മനസ്സിൽ വെക്കണം. അതിന് ശേഷമാണ് ജിയോമോർഫിക് സൈക്കിളിലേക്ക് നമ്മൾ പോവേണ്ടത്. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് ഡേവിസ് ആണ്. ഡേവിസിനെ ഫാദർ ഓഫ് അമേരിക്കൻ ജോഗ്രഫി എന്ന് വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. 1889 വന്ന റിവേഴ്സ് ആൻഡ് വാലീസ് ഓഫ് പെൻസിൽവാനിയ, ദെൻ അതുപോലെ തന്നെ 1899 പബ്ലിഷ് ചെയ്ത ജോഗ്രഫിക്കൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു പേപ്പർ, ദെൻ 1909 ജോഗ്രഫിക്കൽ എസ്സേ എന്ന് പറയുന്ന ഒരു പേപ്പർ. ഓക്കെ, അപ്പോൾ ഇത് 3ഉം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ദെൻ അടുത്തത് വില്യം ഡേവിസിൻ്റെ ഈ ഒരു സൈക്കിൾ. ഓക്കെ, ജിയോമോർഫിക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവറിൻ്റെ കംപ്ലീറ്റ് ലൈഫ് സർക്കിൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. 1899 അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ജോഗ്രഫിക്കൽ സൈക്കിൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ സീക്വൻസ് ഓഫ് ചേഞ്ചസ് വിച്ച് ആൻ അപ്ലിഫ്റ്റഡ് റോക്ക് ഹാസ് ടു അണ്ടർഗോ ബിഫോർ ഇറ്റ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ടു ബേസ് ലെവൽ ഓർ പെനിപ്ലെയിൻ എന്നുള്ളതാണ് അദ്ദേഹം ജിയോമോർഫിക് സൈക്കിൾ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള റോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ അവിടെ നടക്കുന്നതായിട്ടുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ഈ ജിയോമോർഫിക് സൈക്കിൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സിനെ അദ്ദേഹമാണ് സൈക്കിൾ ഓഫ് ഇറോഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഉള്ളൊരു ട്രാൻസ്ഫോർമേഷനെ ലാൻഡ് സ്കൾപ്ചർ എന്ന് വിളിക്കുന്നു. ദെൻ ഒരു അപ്ലിഫ്റ്റഡ് റോക്ക് ഒരു കംപ്ലീറ്റ്ലി ഇറോഡ് ചെയ്ത് വളരെ ഫീച്ചർലെസ് ആയിട്ടുള്ള ഒരു പ്ലെയിനായി മാറുന്നതിനെ പെനിപ്ലെയിൻ എന്ന് വിളിക്കുന്നു. 3 സ്റ്റേജിലൂടെ അത് കടന്നു പോകുമെന്ന് പറയുന്നു. യൂത്ത്ഫുൾ സ്റ്റേജ്, മെച്യൂർ സ്റ്റേജ് ആൻഡ് ഓൾഡ് സ്റ്റേജ് ആണ്. ഇതിൽ യൂത്ത്ഫുൾ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് വളരെ ഫോഴ്സ്ഫുള്ളി വെള്ളം വീഴുന്നത് കൊണ്ട് തന്നെ വെർട്ടിക്കൽ ഇറോഷനാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് എന്ന് പറയുന്നു. മെച്യൂർ സ്റ്റേജിൽ വെർട്ടിക്കൽ ഇറോഷനും ലാറ്ററൽ ഇറോഷനും ഉണ്ടാവും. ദെൻ ഓൾഡ് സ്റ്റേജ് ആവും എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി ഫീച്ചർലെസ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആയിട്ട് അതിൻ്റെ ഏറ്റവും എൻഡിലേക്ക് ഒരു റിവർ എത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓൾഡ് ഏജ് കൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഈ ഏറ്റവും അവസാനം വരുന്ന ഒരു ഫീച്ചർലെസ് ആയിട്ടുള്ള പ്ലെയിനിനെ പെനിപ്ലെയിൻ എന്ന് വിളിക്കുന്നു. ഇവിടെ കാണപ്പെടുന്ന ചെറിയ ചെറിയ കുന്നുകളെ അദ്ദേഹം
എന്താ മൊണാഗ്നോക്ക് എന്നുമാണ് വിളിച്ചിരുന്നത്. ഓക്കെ, മൊണാഗ്നോക്ക് എന്നും അദ്ദേഹം വിളിച്ചിരുന്നു. അതൊന്ന് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ അടുത്തത് ഇതേ ഒരു കോൺസെപ്റ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജർമ്മൻ ജോഗ്രഫറായ പെങ്ക് അവതരിപ്പിച്ചതാണ് ഈ ഒരു രണ്ടാമത്തെ സൈക്കിൾ എന്ന് പറയുന്നത്. മോർഫോളജിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ മോർഫോളജിക്കൽ അനാലിസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, ഡേവിസ് പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹവും 3 സ്റ്റേജസ് പറയുന്നുണ്ട്. ഓക്കെ, 3 സ്റ്റേജസ്. അതിൻ്റെ ജർമ്മൻ നെയിമുകൾ നിർബന്ധമായിട്ട് നമ്മൾ നോക്കി വെക്കണം. അതല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജ് വാക്സിംഗ് റേറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ഓഫ് ലാൻഡ് ഫോം ഡെവലപ്മെന്റ് എന്ന് നമുക്ക് വിളിക്കാം. കോൺവെക്സ് ആയിട്ടുള്ളൊരു ലാൻഡ് ഫോം ആണ് അവിടെ ഉണ്ടാവുന്നത്. ദെൻ രണ്ടാമത്തത് യൂണിഫോം ലാൻഡ് ഫോമിൻ്റെ ഒരു സ്റ്റേജാണ്. ഈ സ്റ്റേജിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫേസ് എ, ഫേസ് ബി, ഫേസ് സി എന്ന് പറയുന്ന 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ സ്റ്റേജാണ് വാനിങ് റേറ്റ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓഫ് ലാൻഡ് ഫോം ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ അതിൻ്റെ ജർമ്മൻ നെയിമുകൾ പഠിക്കണം. ഇതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇനിഷ്യലായിട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് വരുന്ന ലാൻഡ് മാസിനെ വാൾട്ടർ പെങ്ക് പ്രൈമാറഫ് എന്നാണ് വിളിച്ചത്. ദെൻ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലാൻഡ് ഫോം, ഇറോഡഡ് ആയിട്ടുള്ള ലാൻഡ് ഫോമിനെ എൻഡ്രഫ്റ്റ് എന്നുമാണ് അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാൻഡ് ഫോം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും സ്കോർ ബൂസ്റ്റർ എന്നുള്ള ലെവലിൽ വളരെയധികം സഹായകരമായിരിക്കും. ദെൻ തിയറീസ് ഓഫ് സ്ലോപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. സ്ലോപ്പ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഇമേജുകൾ കാണിച്ചിട്ട് ഇത് ഏതാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഏതാണ് സ്ലോപ്പ് ഡിക്ലൈൻ ആരാണ് പുട്ട് ഫോർവേഡ് ചെയ്തത്, സ്ലോപ്പ് റീപ്ലേസ്മെൻറ്റ് ആരുടെയാണ്, സ്ലോപ്പ് റിട്രീറ്റ് ആരുടെയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ സമീപകാലത്താണ് ഇതിൻ്റെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സമീപകാലത്താണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ആരാണിത് വന്നത്, ഇതിൻ്റെ ബേസിക് ഐഡിയ എന്താണ് എന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 1 hour മതിയാവില്ല. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ സെപ്പറേറ്റ് നോട്ട്സ് വിത്ത് PYQ അവൈലബിൾ ആണ്. വേണ്ട ആളുകൾ നമുക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ പിന്നെ കണ്ടിട്ടുള്ളതാണ് ഈ ഇത്തരത്തിലുള്ളൊരു ഒരു ഷേപ്പ് അല്ലേ, ഒരു സ്റ്റേജസ് എങ്ങനെയാണ് ഒരു സ്ലോപ്പിൻ്റെ വരുന്നത് എന്നുള്ളത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. 2024 ജൂണിൽ ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പം സ്ക്രീനിൽ കാണിക്കുന്നത്. ഓക്കെ, ദെൻ ലാൻഡ് ഫോം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഒരു 4 to 5 ഫീച്ചേഴ്സ് അവർ കാണിക്കും. ഈ ഫീച്ചേഴ്സിൽ നിന്നും ഇറോഷണൽ ലാൻഡ് ഫോംസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക, ഡെപ്പോസിഷണൽ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എയോലിയൻ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫ്ലൂവിയൽ ലാൻഡ് ഫോംസിൻ്റെ ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ വിൻഡ് ആക്ടിവിറ്റീസ് കാരണം നടക്കുന്ന ലാൻഡ് ഫോം ഡെവലപ്മെൻറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് മെസ ആൻഡ് ബ്യൂട്ട് എന്ന് പറയുന്ന 2 കോൺസെപ്റ്റ് എന്താണ്. ഒരു പ്ലാറ്റ്യൂ നന്നായിട്ട് ഇറോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് ടോപ്പ്ഡ് ആയിട്ടുള്ള ആ ഭാഗത്തെ മെസ്സ എന്ന് വിളിക്കുന്നു. ദെൻ അത് വീണ്ടും ക്ഷീണിച്ച് വരുന്ന ഒരു സിറ്റുവേഷനെയാണ് ബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. നമ്മുടെ മനസ്സിൽ അതൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമേജും കൂടി കൊടുത്തിട്ടുള്ളത്. ഇതും നോക്കി വയ്ക്കുക. ദെൻ അടുത്തതാണ് ഡ്യൂണുകൾ. ഓക്കെ, അപ്പോൾ ഡ്യൂണ് അതിൻ്റെ വിൻഡ് ഏത് സൈഡിലേക്കാണ് വരുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്യൂണുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ഡ്യൂൺസ് നിർബന്ധമായിട്ടും നിങ്ങളൊന്ന് നോക്കണം. ദെൻ ബാക്കിയുള്ള എല്ലാ ലാൻഡ് ഫോംസിൻ്റെയും ഇറോഷണൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സും എന്താണ് എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് അതായത് ഗ്ലേഷ്യേറ്റഡ് വരുന്ന സമയത്ത് ഗ്ലേഷ്യോ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു മിക്കവാറും ചോദ്യങ്ങളിൽ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ കെയിം ടെറസ്, കെറ്റിൽസ്, എസ്കേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഈ ഗ്ലേഷ്യോ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ കോസ്റ്റൽ ലാൻഡ് ഫോംസിൻ്റെ ഇറോഷണൽ ഫീച്ചേഴ്സും ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിനൊക്കെ പുറമേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ജിയോളജിക് ടൈം സ്കെയിൽ. ജിയോളജിക് ടൈം സ്കെയിലിൽ ഇയോൺ, ഇറ, പീരീഡ് ആൻഡ് എപ്പോക്ക് ഇത് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അത് ആ പഠനം നമ്മുടെ പല ക്വസ്റ്റ്യൻസിനും ഈ ഒരു ജിയോമോർഫോളജിയുടെ ഭാഗത്തിന് മാത്രമല്ലാതെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്തിനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് ജിയോളജിക് ടൈം സ്കെയിൽ. ആൻഡ് പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ഓരോ സമയത്തും നടന്ന ഐസ് ഏജ് എപ്പോഴായിരുന്നു, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നിന്നും മനസ്സിലാക്കി വെക്കുന്നതും എക്സാമിന് സ്കോർ ബൂസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കും. ദെൻ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദ എർത്തിൽ പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത് ഡിസ്കണ്ടിന്യൂയിറ്റീസ് ആണ്.
ഓക്കെ, അപ്പം അതായത് എർത്തിൻ്റെ ഇൻറ്റീരിയറിലുള്ള റോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ചേഞ്ചസ് വരുന്നതായിട്ടുള്ള ഒരു ഭാഗത്തെയാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് ലേമാൻ, ഗുട്ടൻബർഗ്, റിപ്പീറ്റിയൻ, മൊഹോറോവിസിക് ആൻഡ് കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്. ഇതൊക്കെ എവിടെയാണ് വരുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊണാർഡ് ഡിസ്കണ്ടിന്യൂറ്റി അപ്പർ ആൻഡ് ലോവർ ക്രസ്റ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ എവിടെയാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. ദെൻ അതുപോലെ തന്നെ ജിയോമോർഫോളജിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് തിയറീസും അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ബുക്സ് ആൻഡ് ഓതേഴ്സും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുന്നത് എക്സാമിന് വളരെയധികം സഹായിക്കും. കാരണം UGC നെറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ചോദിക്കുന്ന 2-3 മേഖലകളാണ്. ഒന്ന് 2011 സെൻസസ് ഫോക്കസ് ചെയ്യുക, ദെൻ അതേപോലെ തന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സും. ഇപ്പം നിങ്ങൾ ഒരു 2006 to 2025 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് 300, ഓക്കെ, കൃത്യം കണക്ക് പറയുകയാണെങ്കിൽ 300-ൽ കൂടുതലായിട്ടുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ് നമുക്ക് അതിൽ നിന്ന് തന്നെ റെഫർ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ട ആളുകൾ ഒന്ന് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൗണ്ടെയിൻസുമായി റിലേറ്റ് ചെയ്ത തിയറീസ്, അതുപോലെ തന്നെ സൈക്കിൾ ഓഫ് ഇറോഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ്, കാസ്റ്റ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിയറീസ്, പെഡിമെൻറ്റ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിയറീസ്, ദെൻ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ്, പ്രപ്പണൻസ്, അതിൻ്റെ ഇയറും എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ റെഫർ ചെയ്താൽ ഉറപ്പായിട്ടും ജിയോമോർഫോളജിയിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ വേണ്ടി പറ്റും. പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്, ഇപ്പം ജിയോമോർഫോളജി എന്നുള്ളൊരു ബുക്ക് കുറേ വ്യക്തികൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെ ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ജിയോമോർഫോളജി അല്ലെങ്കിൽ ജിയോമോർഫോളജി, ഇപ്പോൾ നോക്കൂ, ജിയോമോർഫോളജി സ്പാർക്സ് ആണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ജിയോമോർഫോളജി ഡി തോൺബറിയാണ്. ഇത്തരത്തിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തും. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കി വെച്ചാൽ മാത്രമാണ് നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയുക. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30-32 പുസ്തകത്തോളം ഞാൻ ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വളരെയധികം സഹായകരമായിരിക്കും. ഇനി ഈ മേഖലയിൽ നമ്മൾ റോക്കിൻ്റെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ആ റോക്കിൻ്റെ ഇപ്പം മെറ്റാമോർഫിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്, പിന്നെ ഇൻട്രൂസീവ് ആൻഡ് എക്സ്ട്രൂസീവ് റോക്സിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ കൂടി നോക്കി വെക്കുന്നതും നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസിന് ക്ലിയർ ചെയ്യാൻ വളരെയധികം സഹായകരമായിരിക്കും. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം. അപ്പം ചുരുക്കത്തിൽ എനിക്ക് ഈ ജിയോമോർഫോളജിയുടെ കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് ജിയോമോർഫോളജി. കഴിഞ്ഞ പ്രാവശ്യമാണ് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളത്. അതിന് മുന്നേ വരെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മേഖലയാണ് ജിയോമോർഫോളജി. അപ്പം ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നമ്മൾ ചെയ്തു പോയിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സോ മെറ്റീരിയൽസോ വീഡിയോസോ ആവശ്യമുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.